നമസ്കാരം. ഞാൻ ഇന്ന് ബോഗൺവില്ല എളുപ്പത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നാടൻ ബോഗൺവില്ലേൻ്റെ ഒരു ചട്ടിയാണ്. ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. നമുക്കതിന് വേണ്ടത് കട്ടർ വേണം, കത്തി, സാനിറ്റൈസർ, ടാപ്പ്, പിന്നെ ബോഗൺവില്ല. നമുക്ക് ഏതാണോ ബോഗൺവില്ല വേണ്ട വെച്ചാൽ അതിൻ്റെ 2 കഷ്ണം. ഇത് നമ്മൾ ഒരു വി കട്ടായിട്ട് ബോഗൺവില്ല കട്ട് ചെയ്യണം. ഇതല്ല ഞാൻ വെക്കുന്നത്. ഞാൻ കട്ട് ചെയ്ത് വെച്ചൊരു ബോഗൺവില്ല ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് വി കട്ടായിട്ട് ചെയ്ത് വെച്ചത്. നമ്മൾ ഈ ബോഗൺവില്ലേനെ നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ കഷ്ണം ഈ സെൻറ്ററിൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ 3 പീസും അടുത്തടുത്ത് വരണം. ഇതിൻ്റെ തൊലികൾ തമ്മിൽ കറക്റ്റ് ഒട്ടിയിരിക്കുക. ഒരു സൈഡ് കേട്ടോ, ഒരു സൈഡ് കറക്റ്റ് ആയില്ലേലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ടാപ്പ് എടുത്ത് നന്നായിട്ടൊന്ന് കെട്ടുക. എവിടെ വരെ അതിൻ്റെ കട്ടിങ് ഉണ്ടോ അവിടം വരെ കെട്ടി വെക്കുക. ഇത്ര എളുപ്പത്തിലല്ലേ കഴിഞ്ഞ്. ഇനി ഇത് സാഫ് മുക്കിയ വെള്ളമാണ്, സാഫ് കലക്കിയ വെള്ളമാണ്. ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഫംഗസ് ഒന്നും വരാണ്ടിരിക്കാനാണ്. ഇനി അതിനെ ഒന്ന് നന്നായിട്ട് കെട്ടിവെക്കുക. എളുപ്പം ബോഗൺവില്ല ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിന് മുമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത് മുളച്ച തൈകളെ കാണിച്ചു തരാം. ഒരു മാസമായി മുമ്പ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത ബോഗൺവില്ലയാണ്. നിങ്ങൾക്ക് ശരിക്കും കാണുന്നുണ്ടോ എന്നറിയില്ല, വെയിലാണ്. ഇതാ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇത്തിരി തടിയുള്ള കൊമ്പായതുകൊണ്ട് തന്നെ അതിനകത്ത് 3-4 വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം പിടിച്ചിട്ടുണ്ട്. ഒരു മാസമായി. ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കാൻ വേണ്ടി മാത്രം അതിൻ്റെ കവറ് മാറ്റിയതാണ്. ഇത് കവറിട്ട് വെക്കുന്നതാണ്. ഒരു മാസം 2 മാസം ടോട്ടൽ വെക്കണം കേട്ടോ. ഇത് കവറിട്ടിട്ട് ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കാം നമുക്ക്. പിന്നെ കവറിനോട് തട്ടി നിൽക്കാൻ പാടില്ല. ഇതിൻ്റെ ഇലകൾ മുളച്ച് വരുമ്പോൾ കവറുമായിട്ട് തട്ടി നിൽക്കാൻ പാടില്ല. ഇനി ഞാൻ ചെയ്ത ബോഗൺവില്ല കാണിച്ചു തരാം. ഇതാണ്. ഇത് നിങ്ങൾക്ക് കാണുന്നത്. ഇതിലൊക്കെ ഇലകൾ വന്നിട്ടുണ്ട്. ഒരു 10-20 തൈകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നാടൻ ബോഗൺവില്ലയിലാണ് ചെയ്തത്. എല്ലാം പുതിയ പ്ലാന്റുകളാണ്. നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഒരു ചട്ടിയിലൊരു 10 കളറൊക്കെ തൈ നമ്മൾ ബഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരേ സമയത്ത് പൂവുണ്ടാകുന്ന ചെടികളെ എടുക്കണം കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ പിന്നെ റൂബി, ഫൈറോപ്പാൽ, സൺറൈസ് വൈറ്റ്, പിന്നെ ബ്രിസ പീച്ച്, ഇവയൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ലി റെഡ്, ഇവയൊക്കെ എന്താ വെച്ചാൽ ഒരേ സമയത്ത് പൂവുണ്ടാകുന്നതാണ്. എന്നാലായിരിക്കും അത് ഒരേ സമയത്ത് പൂക്കുള്ളൂ. ഒന്നിൽ തന്നെ 4-5 കളർ വെക്കുമ്പോൾ ഒരേ സമയത്ത് പൂക്കുന്ന കളറുകൾ വെക്കുക. ഇതിൽ ഞാനൊരു 10-20 കളറുകളും വെച്ചിട്ടുണ്ട്. 10 പിടിക്കും തോന്നുന്നതാ. മുളച്ച് വരുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, മുളയ്ക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ മുളയ്ക്കാത്ത ഇത് ചിലതൊക്കെ മുളയ്ക്കില്ല, അതിന് ഞാൻ വീണ്ടും ബഡ് ചെയ്യും അതിനകത്ത് തന്നെ അതേപോലത്തെ. കഴിഞ്ഞ വർഷം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് 2 തൈ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോയും കൂടി ഇതിൻ്റെ ലാസ്റ്റ് വെക്കാം കേട്ടോ. ഓക്കെ.